പ്രേക്ഷകർക്കും 3 മാസത്തേക്കുള്ള കുന്തളിപ്പിന്റെ വകയായിട്ടാണ് ഈ ലാലേട്ടൻ എത്തിയിരിക്കുന്നത്. ഇടി ബോസ് സീസൺ 7. മോനെ 7ന്റെ പണിയായിട്ടാണ് ലാലേട്ടൻ വന്നിരിക്കുന്നത്. 7ന്റെ പണി. പെങ്ങളൂട്ടി പാസം എടുത്ത് ഞാൻ അയ്യത്തിടും. കരച്ചിൽ നാടകത്തിന് ഞാൻ കർട്ടൻ ഇടും. ക്യൂട്ട്നെസ് ഒരുപാട് വാരി വന്നറല്ലേ, കുണ്ണുമാമ എടുത്ത് ഞാൻ അയ്യത്തറിയും. പിന്നെ വിക്ടിം കാർഡ് ഇറക്കില്ലേ, ചീട്ട് ഞാൻ കീറും. പിന്നെ സേഫ് ഗെയിം കളി കരിച്ച് ഞാൻ കളയും. മോനെ പിന്നെ ബാത്റൂമിനകത്ത് ഫ്ലഷ് അടിച്ചിട്ടൊക്കെ പോണേ, ക്യാമറകൾ അതിനകത്ത് വെച്ചിട്ടുണ്ടേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇടിബോസിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മളെ ഇടിബോസ് ഹൗസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു അസൽ പെൺപുലിയാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൾ, ആരുടെയും പിൻബലമില്ലാതെ, പ്രത്യേകിച്ച് ഭർത്താവിന്റെ പോലും പിൻബലമില്ലാതെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൾ, സ്വന്തം അഭിനയ ചാരുത കൊണ്ട് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുന്നവൾ. വെൽക്കം രണാസുന. മോളെ അത്രയ്ക്ക് ബഹുമാനമൊന്നും വേണ്ട കേട്ടോ, എണ്ണിച്ചോ, കുറച്ച് കുറയ്ക്കും. ആരാ മോളെ, ലൈറ്റ് മാ സുനിയാണോ? അല്ല, ആകാശത്തിരിക്കുന്ന സുനി. മോളെ 2 പേർക്ക് കൂടെ പോകാൻ പറ്റത്തില്ല, ഒരാൾക്കേ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അപ്പൊ നമ്മുടെ രണാസുനയുടെ ഒരു വീഡിയോ വന്നിട്ട് നമുക്ക് ഒന്ന് കാണാം. മോള് വരുന്നതിന് മുമ്പുള്ള ചെറിയൊരു വീഡിയോ. ഇത് എന്റെ സുനിച്ചേട്ടന്റെ പെട്ടിയാണ് കേട്ടോ, ഞാൻ ഇതുകൊണ്ടാ ഇടിബോസിലോട്ട് പോന്നെ. പിന്നെ എന്റെ സുനിച്ചേട്ടന്റെ ടീഷർട്ട് ഇതുവരെ കഴിയിട്ടില്ല, പുള്ളിയുടെ മണം മാറാതിരിക്കാൻ വേണ്ടി ഇതിട്ടോണ്ട് വേണം അവിടെ ഒന്ന് നടക്കണം. എന്റെ സുനിച്ചേട്ടന്റെ ഓർമ്മകൾ കാണണം. ഇത് സുനിച്ചേട്ടന്റെ തോർത്ത്, ഇതിലും കുറെ ഓർമ്മകളുണ്ട്, കുറെ മൂക്കൾ പിഴിഞ്ഞിട്ടുള്ളോ ചേട്ടൻ. ഇതൊക്കെ ആയിട്ടാണ് ഞാൻ ഇടിബോസിലേക്ക് പോകുന്നത്. എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ്. മോളെ എങ്ങനെ ഇവിടെ കളിക്കാൻ ഉദ്ദേശിക്കുന്നത്? കള്ളത്തരമില്ല, സഹായിച്ചവരെ ആരും ഞാൻ തിരിഞ്ഞു കൊത്തത്തില്ല, പിന്നെ ഞാൻ അഭിനയിക്കത്തില്ല. മോളെ ഉച്ചക്ക് കഴിച്ചൊക്കെ വല്ലാണ്ടൊക്കെ ദേഷ്യം. മോളെ അകത്തോട്ട് പോവാം. ലേലേട്ട ഒരു 500 രൂപ കടം തരാൻ കാണുമോ? ഇല്ല മോളെ, എന്റെ ഇല്ല മോളെ, അകത്ത് കടയൊന്നുമില്ലല്ലോ, പിന്നെ നിനക്ക് എന്തിനാ നമ്മളിപ്പോ 500 രൂപ? മൊത്തത്തിൽ പട്ടിണി ചേട്ടാ, 500 രൂപ കടം താ ചേട്ടാ. എന്റെ പൊന്നു മോളെ, ആകെ ഇവിടുന്ന് 500 രൂപ കിട്ടും, അതിനകത്ത് നിനക്ക് 500 രൂപ ഞാൻ ഇങ്ങനെ വീട്ടിൽ പോകും. അപ്പൊ നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാം. മോനെ, അടുത്ത ഒരു സ്പെഷ്യൽ കണ്ടസ്റ്റന്റ് ആണ്. നമ്മള് മലയാളികളെ എങ്ങനെ വെറുപ്പില്ലാതെ നെഞ്ചത്ത് കയറാതെ സൗമ്യമായിട്ട് ഇന്റർവ്യൂ എടുക്കാന്ന് പഠിപ്പിച്ച നമ്മുടെ സ്വന്തം ഇന്റർവ്യൂവർ ഗരിക. വെൽക്കം. ഈ ഗരിയുടെ അടുത്ത് കളിക്കാറായോ? താൻ പീഡന വീരനാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈ ഗരിയുടെ കയ്യിലുണ്ടോ? താൻ എവിടെയാണോ എണീച്ച് പോന്നെ? ഇവിടെ ഇരിക്കണോ? ഇന്റർവ്യൂവിന് വന്നല്ലോ. ലാലേട്ടാ, കുറച്ച് നാളായിട്ട് ലാലേട്ടന്റെ കുറെ പടങ്ങൾ പൊട്ടുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ, അത് സത്യമാണോ? നീ എന്നെ പോകാതെ ഇവിടെ ഞാൻ അവിടുത്തെ രാജാവ്. അതൊന്നും പറഞ്ഞ കാര്യമില്ല, ഇപ്പൊ പറയണ എന്താ? ലാലേട്ടാ, ഇത് വിഗാണോ? 10 രൂപ സാറ് പറയാൻ ബാധ്യസ്ഥനാണ്, പറയൂ. നിന്നെ എവിക്റ്റ് ആക്കണോ ഇപ്പം? ഞാൻ അങ്ങോട്ടാ പോണ്ടേ? അകത്തോട്ടാണോ വെളിയിലോട്ടാണോ? അകത്തോട്ട്. എന്നാ ഇങ്ങോട്ട് പോ. മോനെ ജോബിന് ആ പോയ സാധനത്തിന് മിനിമം 100 ദിവസമെങ്കിലും അതിനകത്ത് ഉണ്ട് കേട്ടോ. അവള് കുറച്ച് അനുഭവിക്കണം, ഇത്തിരി നോക്കണം. എന്റെ ബിഗ് ഇടി ബോസോ? അതാരാ? ഹായ്. ഹായ്, ആരാ? എന്നെ അറിയത്തില്ലോ, രണാസുന. ഇപ്പോഴത്തെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെൻസേഷൻ. അതാരാ? സുനിച്ചേട്ടനെ അറിയത്തില്ലേ? സുനിച്ചേട്ടന്റെ ഭാര്യ. എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് ഞാൻ ആരാന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോഴാ രണാസുന. ഇടി ബോസ് ആരാ? ഞാൻ അപ്പാനിസിനി. എന്തുവാ അപ്പൂപ്പന്താടിയോ? ഞാൻ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പാനിസിനി. ഏത് സിനിമയില്? പാഞ്ചാലി ഡയറീസ് കണ്ടിട്ടില്ലയോ? ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുക. എന്നെ കണ്ടിട്ടേ ഇല്ല? ഞാൻ കണ്ടിട്ടേ ഇല്ല. അവൻ ലാലേട്ടനെ കണ്ടിട്ട് പോലെ ആരാ എന്തുവാ എന്ന് ചോദിച്ചവനാ ഈ രതീഷ് ഓമനർ. ചിലപ്പം എന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങളാതോ? അവൻ ഇപ്പൊ ഭൂമിയിൽ പൊട്ടി മുളച്ചതാ. അവൻ ആരെ അറിയത്തില്ല. ഏലിയൻ ഈ ഷോ ഒന്ന് കഴിയട്ടെ, ഇന്റർവ്യൂ എടുത്ത് അവനെ ഊപ്പാട്. ഇടിബോസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് പറ്റി? ഇടിബോസ്, നിങ്ങൾ തന്ന വീട് ഞങ്ങൾക്ക് പന്ന വീടാണ്, പന്ന വീട്.
എന്താ കാര്യം? ഫുള്ള് ചോർച്ച, ഈ വീട് മൊത്തം ചോർച്ച. പന്ന വീട് കണ്ട്, പന്ന വീട്. രണാസുന, ആദ്യം ഷവറിന്റെ ഫ്രണ്ടിൽ നിന്നും മാറി നിൽക്കൂ. എന്നാലും പന്ന വീടാണ് ബോസ്, പന്ന വീടാണ്. അതെ സുന ചേച്ചി, ആ റാംവാക്ക് നടത്തിയ ഒന്നുകൂടെ ഒന്ന് കാണിക്കാവോ? എന്റെ ഫാനാന്ന് തോന്നുന്നു. പുളകം കൊള്ളാനും കണ്ട കൊള്ളിക്കാം. അതെ, വേറൊന്നുമല്ല, 2 ദിവസമായി വയറ്റിന്ന് പോയിട്ട്. ഇത് കണ്ടിട്ട് അങ്ങോട്ട് പോയിരുന്ന ഷടേന്ന് പറഞ്ഞങ്ങ് പോവും. അതുകൊണ്ടാ. ശരി എന്നാലേ. ആ രണാസുനെയും ഗരികയും കൂടെ ഇപ്പൊ കണ്ടുമുട്ടാൻ പോവാ. രണ്ടും കൂടെ നേരിട്ട് കണ്ടാലുണ്ടല്ലോ അടി നടക്കും. ഇവർ ഇന്റർവ്യൂ കണ്ടിട്ടില്ലയോ? ഞാനങ്ങ് കണ്ടിട്ടില്ല. താ പിന്നെ എവിടുന്ന് വന്നാ പാടി പൊട്ട് നോക്കിയിരുന്നു. കണ്ട പൊട്ട് ഇല്ലയോ? ഇപ്പൊ പൊട്ടും. അയ്യേ, പൊട്ടിയില്ലല്ലോ. പേടിക്കണ്ട, ഒരാഴ്ച കഴിഞ്ഞ് നോക്കണം. ആ പെണ്ണുമ്പിള്ളയുടെ തനിക്കൊണോ ഇതുവരെയായിട്ട് പുറത്തെടുത്തിട്ടില്ല. കണ്ടോണം അടി പൊട്ടുന്ന തന്നേരം. പിന്നെ നമ്മളെന്തോ തന്നെ അവിടെ നിൽക്കുന്നേ? ആദ്യത്തെ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് അപ്പാനി സുനിയാണ്. അപ്പാനി സുനിക്ക് സവിശേഷമായൊരു ബാൻഡ് ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല അപ്പാനി സുനിക്ക് ബാഗ്, കൊണ്ടുവന്ന ബാഗ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു ബാഗിനകത്ത് ചില പ്രത്യേക ഡ്രസ്സുകൾ ഇട്ടിരിക്കുന്നുണ്ട്. ആ ഡ്രസ്സുകൾ മാത്രമേ നിങ്ങൾക്ക് ധരിക്കാൻ സാധിക്കുകയുള്ളൂ. വേറൊരു ബാഗ് തന്നില്ല, അതിനകത്ത് ഡ്രസ് വേണം, അത് ഉപയോഗിക്കാം. ഞാനെടുക്കും. ഇത് ഞാൻ നീ എടുത്തോ, വേണ്ടയോ? കൊള്ളാലോ. കാര്യമായിട്ടൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു. ഉള്ള ചേട്ടാ എടുത്തോ.